ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 4 ജ്ഞാനകർമ്മ സന്യാസ യോഗം ശ്ലോകങ്ങൾ 14, 15, 16. നമാം കർമാണി ലിംബന്തി നമേ കർമ്മഫലേ സ്പൃഹാ ഇതിമാം യോ അഭിജാനാധി കർമ്മഭിഹി ന സബധ്യതേ ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരഭിമുമുക്ഷുഭിഃ കുരു കർമ്മൈവ തസ്മാത്ത്വം പൂർവൈഃ പൂർവതരം കൃതം കിം കർമ്മ കിമകർമ്മേതി കവയോ അഭ്യത്ര മോഹിതാഃ തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷസേ ശുഭാത്. നമാം കർമാണി ലിംബന്തി നമേ കർമ്മഫലേ സ്പൃഹാ ഇതിമാം യോഭിജാനാധി കർമ്മഭിർന സബധ്യതേ ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരഭിമുമുക്ഷുഭിഃ കുരു കർമ്മൈവ തസ്മാത്ത്വം പൂർവൈഃ പൂർവതരം കൃതം കിം കർമ്മ കിമകർമ്മേതി കവയോപ്യത്ര മോഹിതാഃ തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷസേ ശുഭാത്. കഴിഞ്ഞ ശ്ലോകത്തിൽ എങ്ങനെയാണ് ജാതി വന്നത് എന്ന് ഭഗവാൻ പറഞ്ഞല്ലേ. സർവശക്തനായ ഭഗവാൻ സകലതിന്റെയും നിയന്താവാണ്. കർമ്മങ്ങളും അവയ്ക്കനുസരിച്ചുള്ള ഫലങ്ങളും ജീവാത്മാക്കൾക്കുള്ളതാണ്. സർവനിയന്താവായ ഭഗവാൻ ഈ നിയമങ്ങൾക്ക് അധീതനാകുന്നു. കർമ്മങ്ങളൊന്നും ഭഗവാനെ സ്പർശിക്കുന്നതേയില്ല. ജീവാത്മാക്കൾ ഫലേച്ഛയോടെ കർമ്മങ്ങൾ ചെയ്യുന്നു. ആ ഫലങ്ങൾ അവരെ സ്പർശിക്കുകയും ചെയ്യുന്നു. മായാശക്തി കൊണ്ട് ലീലാരൂപേണ ഈ പ്രപഞ്ച സൃഷ്ടി നടത്തി പരിപാലിച്ചു പോറ്റി സംഹരിക്കുന്ന ഈശ്വരൻ കർമ്മങ്ങളെയും കർമ്മഫലങ്ങളെയും സംബന്ധിച്ചുള്ള നിയമങ്ങൾക്കെല്ലാം അതീതനാണ്. ഫലേച്ഛയോടുകൂടി ഭഗവാൻ ഒരു കർമ്മവും ചെയ്യുന്നില്ല. ജനങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കി നടപ്പിലാക്കി ഭരിക്കുന്ന രാജാവ് നിയമങ്ങൾക്ക് അധീതനായിരിക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തിൽ ലീലാവിഹാരം നടത്തുന്ന ഭഗവാൻ കർമ്മ നിയമങ്ങൾക്ക് അതീതനാകുന്നു. ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെക്കുന്ന മനുഷ്യർ മരണാനന്തരം സ്വർഗസുഖം ലഭിക്കണമെന്നും ആഗ്രഹിക്കുന്നു. സ്വയം പൂർണ്ണനായ ഭഗവാന് ഈ ഭൗതിക സുഖങ്ങളിലോ സ്വർഗസുഖത്തിലോ ലേശവും താല്പര്യമില്ല. സ്വർഗവാസികളായ ദേവന്മാർ ഭഗവാന്റെ ആജ്ഞാനുവർത്തികളാകുന്നു. ഭൗതിക സൃഷ്ടികളുടെ നിമിത്തം പരമകാരണം മാത്രമായ ഭഗവാൻ ഈ സൃഷ്ടികളുടെ കർമ്മങ്ങൾക്കൊന്നും ഉത്തരവാദിയാകുന്നില്ല. വിവിധ ജീവികളെല്ലാം ഈ പ്രപഞ്ചത്തിൽ സ്വതന്ത്രരായി ഫലമോഹത്തോടെ പ്രവർത്തിക്കുന്നു. ആ കർമ്മങ്ങളുടെ ഉത്തരവാദിത്യം ഭഗവാനില്ല തന്നെ. ഭഗവാന് ഈ ജീവരാശികളിൽ ഒരു വിഭാഗത്തോടു പക്ഷഭേദവുമില്ല. ഈ വിധത്തിൽ കർമ്മഫലേച്ഛയില്ലാത്ത ഭഗവാനെ കർമ്മങ്ങൾ ഒരു രീതിയിലും ബാധിക്കുന്നില്ലെന്ന് സൂക്ഷ്മമായി അറിയുന്നവനെ കർമ്മങ്ങൾ ബന്ധിക്കുന്നേയില്ല. അവന് സുഖവും ദുഃഖവും ഒരുപോലെ അനുഭവിക്കാനായിട്ട് സാധിക്കും. സ്രഷ്ടാവും പാലകനും സംഹാരകനും എല്ലാമാണെങ്കിലും ഭഗവാൻ നിർലേപനാണെന്നും കർമ്മബന്ധങ്ങൾ അദ്ദേഹത്തെ ബാധിക്കുന്നില്ലെന്നും മനസ്സിലാക്കിയ മോക്ഷേച്ഛുക്കൾ മുമ്പും കർമ്മലീനരായിട്ടുണ്ട്. ഫലേച്ഛയില്ലാത്ത കർമ്മം ബന്ധകാരണമാവില്ലെന്ന് മനസ്സിലാക്കി മോക്ഷകാംക്ഷികൾ കർമ്മങ്ങളിൽ മുഴുകിയിട്ടുണ്ട്. അതുകൊണ്ട് മുൻകാലത്തുള്ളവർ ചെയ്ത രീതിയിൽ തന്നെ നീയും കർമ്മം ചെയ്യുക അർജുന എന്ന് ഭഗവാൻ പറയുകയാണ്. ഇവിടെ അർജുനൻ കർമ്മം ചെയ്യാതെ മാറി നിൽക്കുന്നത് ഭഗവാന് ഒട്ടും ഇഷ്ടാകുന്നില്ല. അർജുനനെ വീണ്ടും കർമ്മനിരതനാക്കണം. അതിനാണിവിടെ മുമുക്ഷുക്കൾ പോലും മുമ്പ് ഈ കർമ്മരഹസ്യം മനസ്സിലാക്കി കർമ്മങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത്. അതായത് ഭഗവാൻ ഈ ഗീതോപദേശം മുമ്പ് അർജുനന് പറഞ്ഞു കൊടുക്കുന്നതിനു മുമ്പ് വിവസ്വാന് പറഞ്ഞു കൊടുത്തിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അതാണ് ഭഗവാൻ ഇവിടെ അർജുനനോട് പറയുന്നത്. കർമ്മയോഗത്തിന്റെ രഹസ്യം 1000 ആണ്ടുകൾക്ക് മുമ്പ് തന്നെ ഭഗവാനിൽ നിന്ന് കേട്ടറിഞ്ഞ വിവസ്വാനും പിന്നീട് പരമ്പരയാ കർമ്മയോഗ രഹസ്യം ഗ്രഹിച്ച മനുവും ഇക്ഷ്വാകുവുമെല്ലാം തുടർന്നും കർമ്മതൽപരരായിരുന്നു എന്ന് അർജുനനോട് ഭഗവാൻ പറയുകയാണ്.
അവരൊക്കെ പുരാതനമായ കർമ്മങ്ങളിൽ തന്നെ മുഴുകിയവരാണ്. അതുപോലെ അർജുന, നീയും മുൻപിലെത്തിയിരിക്കുന്ന ഈ നല്ല അവസരം പാഴാക്കാതെ ഫലേച്ഛ വെടിഞ്ഞ് സ്വന്തം കർമ്മത്തിൽ മുഴുകുക എന്ന് പറയുകയാണ്. കർമ്മം എന്താണ് അല്ലെങ്കിൽ അകർമ്മം എന്താണ് എന്നുള്ളത് തീരുമാനിക്കുക എളുപ്പമല്ല. മാതൃകയാക്കാവുന്ന ആർഷ പരമ്പരയിൽപ്പെട്ട ഒരു ഗുരുവിന്റെ ഉപദേശത്തിൽ നിന്നല്ലാതെ കർമാകർമ്മങ്ങൾ വേർതിരിച്ചറിയാനുള്ള കഴിവ് ഉണ്ടാകുകയുമില്ല. മഹാഭാരതത്തിൽ പാണ്ഡിത്യവും വിവേകവും നിറഞ്ഞ വിതുരർ, ഭീഷ്മർ തുടങ്ങിയ മഹാപണ്ഡിതന്മാരുണ്ടായിരുന്നിട്ടും അർജുനന് ഉപദേശം നൽകാൻ ഭഗവാൻ തന്നെ വേണ്ടി വന്നില്ലേ? അർജുനനോട് ഭഗവാനുള്ള വാത്സല്യം മാത്രമായിരുന്നു അതിന് കാരണം. കർമാകർമ്മ വിഭാഗം എല്ലാവർക്കും വശത്താകുന്ന ഒരു വിഷയമല്ല. അർജുന, കർമ്മ അകർമ്മങ്ങൾ വേർതിരിച്ചറിയുന്ന കാര്യത്തിൽ കവികൾ പോലും മോഹിതരാകുന്ന സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് ഞാൻ നിനക്ക് കർമ്മരഹസ്യം പറഞ്ഞു തരാമെന്ന് ഭഗവാൻ പറയുകയാണ്. അതറിഞ്ഞാൽ പിന്നെ നീ എല്ലാ പാപത്തിൽ നിന്നും മോചനം നേടും എന്ന് ഭഗവാൻ ഈ ശ്ലോകങ്ങളിലൂടെ പറയുകയാണ്. നമുക്ക് 3 ശ്ലോകങ്ങളുടെയും വാക്കർത്ഥം കൂടി ഒന്ന് നോക്കാം. 14-ാമത്തെ ശ്ലോകം. ന മാം കർമാണി ലിംബന്തി നമേ കർമ്മഫലേ സ്പൃഹ ഇതി മാം യോ അഭിജാനാതി കർമ്മഭിഹി ന സ ബധ്യതേ. കർമാണി കർമ്മങ്ങൾ, മാം എന്നെ, ന ലിംബന്തി ബാധിക്കുന്നില്ല, മേ എനിക്ക്, കർമ്മഫലേ കർമ്മങ്ങളുടെ ഫലത്തിൽ, സ്പൃഹ ന ആഗ്രഹമില്ല, ഇതി ഈ വിധത്തിൽ, യഹ യാതൊരുവൻ, മാം എന്നെ, അഭിജാനാതി അറിയുന്നുവോ, സഹ അവൻ, കർമ്മഭിഹി കർമ്മങ്ങളാൽ, ന ബധ്യതേ ബന്ധിക്കപ്പെടുന്നില്ല. 15-ാമത്തെ ശ്ലോകം. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരഭിമുമുക്ഷുഭിഃ കുരു കർമ്മൈവ തസ്മാത്വം പൂർവൈഃ പൂർവതരം കൃതം. ഏവം ഈ വിധം, ജ്ഞാത്വാ അറിഞ്ഞിട്ട്, പൂർവൈഃ പൂർവികരായ, മുമുക്ഷുഭിഃ മുമുക്ഷുക്കളാലും, കർമ്മകൃതം കർമ്മ അനുഷ്ഠിക്കപ്പെട്ടു, തസ്മാത് അതുകൊണ്ട്, ത്വം നീ, പൂർവതരം പുരാതനമായ, കർമ്മയേവ കർമ്മം തന്നെ, കുരു ചെയ്യുക. 16-ാമത്തെ ശ്ലോകം. കിം കർമ്മ കിമകർമ്മേതി കവയോപ്യത്ര മോഹിതാഃ തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷ്യസേ ശുഭാത്. അത്ര ഇവിടെ, അതായത് ഇഹലോകത്തിൽ, കിം കർമ്മ കർമ്മം എന്ത്, കിം അകർമ്മ അകർമ്മം എന്ത്, ഇതി എന്ന് അതായത് ഈ വിഷയത്തിൽ, കവയഃ അഭി വിവേകികൾ കൂടിയും, മോഹിതാഹ മോഹിതരാകുന്നു, യത് യാതൊന്ന്, ജ്ഞാത്വാ അറിഞ്ഞിട്ട്, അശുഭാത് അമംഗളങ്ങളിൽ നിന്ന്, മോക്ഷ്യസേ മോചിതനാകുമോ, തത്കർമ്മ ആ കർമ്മത്തെ, തേ നിനക്കായി, പ്രവക്ഷ്യാമി ഞാൻ പ്രവചിക്കാം. ഈ ഭഗവാൻ പറയുന്നതെല്ലാം കേട്ടാൽ, അർജുന നീ എല്ലാ അമംഗളങ്ങളിൽ നിന്നും മോചനം നേടും എന്ന് ഭഗവാൻ പറയുകയാണ്. ഹരേ കൃഷ്ണ.